ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. വളരെയേറെ ശ്രദ്ധയാകർഷിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക. കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഒളിമ്പ്യനും ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ടിന് കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട്. ജൂലാന സീറ്റാണ് വിനേഷ് ഫോഗട്ടിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ ഗാർഹി സാംബ്ല കിലോളി സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കും. മുൻ കർണാൽ മേയറും സധൌര സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് MLAയുമായ രേണു ഭാലയ്ക്ക് അതേ സീറ്റിൽ പാർട്ടി വീണ്ടും മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ബാദ്ലി MLA കുൽദീപ് വത്സിനും സിറ്റിംഗ് സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുൻ MLA ആയിരുന്ന ബിഷൻ ലാൽ സൈനിക്ക് റഡൌർ നിയമസഭാ മണ്ഡലമാണ് അനുവദിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ മധാവി ഉദയ് ഭാൻ ഹോഡലിൽ നിന്നും മത്സരിക്കും. സുരേന്ദർ പൻവാർ സോനിപത്തിലും, ഭരത് ഭൂഷൺ ബത്ര റോഹ്തക്കിലും, കുൽദീപ് വാഡ്സ് ബാദ്ലിയിലും, ചിരഞ്ജീവ് റാവു റെവാരിയിലും, നീരജ് ശർമ്മ ഫരീദാബാദ് NITയിലും മത്സരിക്കും. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ നേരിടാൻ ലഡ്വയിൽ നിന്ന് മേവാ സിംഗിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ചേർന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് വിനേഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത്. വിനേഷിനൊപ്പം ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. മുൻ WFI തലവനും മുൻ BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന താരങ്ങളാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും. ഇന്ത്യൻ റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നത്. സ്ത്രീകൾക്കെതിരായ അനീതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനൊപ്പമാണ് താനെന്നും തെരുവിൽ നിന്ന് പാർലമെന്റ് വരെ പോരാടാൻ തയ്യാറാണെന്നും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നു. ബജ്രംഗ് പൂനിയയ്ക്കും കോൺഗ്രസ് സീറ്റ് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹരിയാനയിലെ 90 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് വിഭജന ചർച്ചയിലാണ് കോൺഗ്രസ്. സീറ്റുകൾക്കായി ഇരുഭാഗത്തു നിന്നും ശക്തമായ വിലപേശൽ തന്നെ നടക്കുന്നുണ്ട്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്തതിനാൽ അതൃപ്തിക്കിടയിലും ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഈ തീരുമാനത്തിൽ അല്പം കലിപ്പിലാണ്. BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഹരിയാനയിൽ അധികാരമുറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. എന്നാൽ ആം ആദ്മി SP പോലുള്ള സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും സാധിച്ചിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് AAP 20 സീറ്റുകൾ ആവശ്യപ്പെട്ടതെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. 2019 സംസ്ഥാനത്തെ 10 സീറ്റുകളും BJPയാണ് നേടിയിരുന്നത്. ഹരിയാനയിൽ ഇന്ത്യ ബ്ലോക്കിന് വിജയം നേടാനായാൽ BJPക്ക് അത് വലിയ തിരിച്ചടിയാകും. പാർലമെന്റിനകത്തും പുറത്തും BJPയെ സമ്മർദ്ദത്തിലാക്കി പ്രതിപക്ഷ ബ്ലോക്കിനെ ശക്തിപ്പെടുത്താൻ ഇതിന് സാധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നത്. ഹരിയാനയിലെ വിജയത്തിന് വോട്ട് വിഭജനം തടയേണ്ടത് പ്രധാനമാണ്. അതിനാൽ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടണമെന്നാണ് രാഹുലിന്റെ പക്ഷം.